മക്ക കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ രണ്ടാമത്തെ പുണ്യസ്ഥലമാണ് സൗദിയിലെ മദീനയിലുള്ള പ്രവാചക മസ്ജിദ്. റമദാൻ മാസത്തിൽ വൻതോതിൽ ഭക്തർ പ്രവാചക പള്ളിയിൽ ഒഴുകിയെത്തും. വിശ്വാസികളെ സ്വീകരിക്കുവാൻ അധികൃതർ ഇതിനകം തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ വർഷം മാർച്ച് 11 റമസാൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റമസാനിൽ പകൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് സന്ധ്യയ്ക്ക് നോമ്പ് അവസാനിപ്പിക്കുന്നതിനായി 8.5 ലക്ഷത്തിലധികം ഇഫ്താർ ഭക്ഷണ കിറ്റുകൾ പള്ളിയിൽ വിതരണം ചെയ്യുവാനാണ് ലക്ഷ്യമിടുന്നത്. രാത്രികാലങ്ങളിൽ കുടിക്കുവാനായി ഏകദേശം 2.5 ദശലക്ഷത്തിലധികം കുപ്പി സംസം വെള്ളം പ്രവാചക പള്ളിയിൽ വിതരണത്തിന് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പള്ളിയിൽ 18,000 സംസം കണ്ടെയ്നറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. റമസാന് മുന്നോടിയായി പ്രവാചക പള്ളിയുടെ ജനറൽ അതോറിറ്റി ശില്പശാല നടത്തുകയും പുണ്യമാസത്തെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുകയുണ്ടായി. റമസാനിൽ മദീന പള്ളിയിലെത്തുന്ന ആരാധകരുടെയും സന്ദർശകരുടെയും എണ്ണത്തിനനുസരിച്ചുള്ള സേവനങ്ങൾ ഒരുക്കുന്നതും വിലയിരുത്തപ്പെട്ടു. പരവതാനികൾ വൃത്തിയാക്കലും അണുവിമുക്തമാക്കലും തിരക്കേറിയ സമയങ്ങളിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതടക്കമുള്ള സേവനങ്ങൾ ഒരുക്കുന്നതും വിലയിരുത്തുകയുണ്ടായി. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, സൗദി അറേബ്യ.